എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് അനേകം വചനങ്ങൾ തൻ്റെ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ വചനങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ ഒരു വചനമാണ്, നിങ്ങൾ ജാഗരൂകരായിരിക്കുക, ജാഗ്രതയുള്ളവരാകുക. ഈ ഒരു സന്ദേശം ഇതൊരു മുന്നറിയിപ്പിൻ്റെ മെസ്സേജാണ്. ലോക ചരിത്രത്തിലും സഭാചരിത്രത്തിലും തന്നെ വളരെ നിർണായകമായ ഒരു സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. കാലത്തിൻ്റെ അടയാളങ്ങൾ എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? ലോകരാജ്യങ്ങളിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, യുദ്ധഭീഷണികൾ, യുദ്ധക്കെടുതികൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ലോകവ്യാപകമായ വിശ്വാസത്യാഗം, മതപീഡനങ്ങൾ എന്നു വേണ്ട, ഇന്ന് ആനുകാലികമായ ഈ വിഷയങ്ങളിൽ ആത്മാവ് നമുക്ക് തരുന്ന ഒത്തിരിയേറെ മുന്നറിയിപ്പുകളുണ്ട്. ഇതൊന്നും അവിചാരിതങ്ങളല്ല. ദൈവവചനത്തിൽ പൂർത്തീകരിക്കപ്പെടുന്ന സംഭവങ്ങളാണ് ഈ കാലയളവിൽ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു നാളുകൾ വലിയ ആത്മീയ ഒരുക്കത്തിൻ്റെ നാളുകളാണ്. വിശുദ്ധ പൗലോസ്ലിഹ സഭയെ പഠിപ്പിച്ചു. എഫെസസ്കാർക്ക് ഇത് ലേഖനം 5-ാം അധ്യായം 16-ാം വചനത്തിൽ എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. അതിനാൽ നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഈ കാലത്തിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവിധ അരാജകത്വങ്ങളും പാപമ്ലേച്ഛതകളും തിന്മകളും കലഹങ്ങളും മത്സരങ്ങളും ലോകമോഹങ്ങളും ജഡീകതകളും ലൗകികതകളും അത്രമാത്രം വർദ്ധിച്ചു വരുന്നൊരു കാലം. പരിശുദ്ധാത്മ പറയുന്നു, അതിനാൽ നമ്മൾ അനാസ്ഥ കാണിക്കരുത്. കർത്താവ് തന്നിരിക്കുന്ന ഈ ശ്രേഷ്ഠമായ ജീവിതത്തിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്. കെയർലെസ്സായി, ലാഘവമായി, നിസാരമായി നാം നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണരുത്. നമ്മുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തേണ്ട നാളുകൾ. പത്രോസ്ലിഹ സഭയെ പഠിപ്പിച്ചു. താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, വിശുദ്ധ പ്രവാചകന്മാരുടെ വചനങ്ങളും നിങ്ങൾ അപ്പോസ്തലന്മാർ വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവായ രക്ഷകന്റെ കൽപ്പനയും നിങ്ങൾ അനുസ്മരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പന നിങ്ങൾ ഓർക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ സഭയെ നോക്കിക്കൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞ ശ്രേഷ്ഠമായ വചനങ്ങൾ നിങ്ങൾ ഓർക്കുക. ഇത് കിട്ടുകഥയല്ല. ഇതെല്ലാം വളരെ നമ്മൾ ലാഘവമായി, നിസ്സാരമായി നോക്കിക്കാണേണ്ട കാര്യങ്ങളല്ല സഹോദരങ്ങൾ. ഇന്ന് ലോകരാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ, സഭയിൽ വരുന്ന ചില മാറ്റങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില തകർച്ചകൾ, പ്രതിസന്ധികൾ, ഇത് അവിചാരിതങ്ങളല്ല. പരിശുദ്ധാത്മ പറയാ, കർത്താവ് നമുക്ക് മുൻകൂട്ടി തന്നിരിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠമായ വചനങ്ങൾ നിങ്ങൾ ഓർക്കണം. വിശുദ്ധ പ്രവാചകന്മാരിലൂടെ, തൻ്റെ അപ്പോസ്തലന്മാരിലൂടെ നമുക്കായി നൽകപ്പെട്ട പരിശുദ്ധ വചനത്തെ നമ്മൾ അനുസ്മരിക്കുക എന്ന് പത്രോസ്ലിഹ സഭയെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മാർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 23-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എൻ്റെ ഹൃദയത്തെ കൊളുത്തിയൊരു വചനമാണ് സഹോദരങ്ങൾ. കഴിഞ്ഞ നാളുകളിൽ ഈ വചനം ഞാൻ വായിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു. നമ്മുടെ കർത്താവ് പറഞ്ഞു, എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, എല്ലാം
ഒരുമിച്ച് ആ വചനം ഏറ്റുപറഞ്ഞ് എല്ലാം 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 മുൻകൂട്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ തൻ്റെ പരിശുദ്ധ വചനത്തിലൂടെ സകല കാര്യങ്ങളും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനി ഒന്നും നമ്മോട് പറയാനില്ല കർത്താവിന്. ഇനി മറ്റൊരു വെളിപാടില്ല സഹോദരങ്ങളെ. നമ്മോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് തൻ്റെ പരിശുദ്ധ വചനങ്ങളിലൂടെ. ഇതെപ്പോഴാണ് ഈശോ പറഞ്ഞത്? തൻ്റെ പ്രത്യാഗമനത്തോട് ബന്ധപ്പെട്ട് ലോകത്തിൽ സംഭവിക്കുന്ന അടയാളങ്ങൾ, സഭയിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ, ഈ പ്രത്യേകതകളെല്ലാം പറഞ്ഞ് അതിൻ്റെ അവസാന ഭാഗത്ത് കർത്താവ് പറയാ, നിങ്ങൾ ജാഗരൂകരായിരിക്കുക, എല്ലാം മുൻകൂട്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. എല്ലാം കർത്താവ് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. ഈ മുൻകൂട്ടി നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് ഈ നാളുകളിൽ ലോകത്തിൽ, സഭയിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ എല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ, തൻ്റെ അപ്പോസ്തലന്മാരിലൂടെ നമ്മുടെ കർത്താവായ യേശു നൽകിയിരിക്കുന്ന അവിടുത്തെ പരിശുദ്ധ വചനങ്ങൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ. നിങ്ങൾ ജാഗരൂകരായിരിക്കണം. അലക്ഷ്യമായി ജീവിക്കേണ്ട സമയമല്ല ഇത്. കെയർലെസ്സായി നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണേണ്ട സമയമല്ല ഇത്. വളരെ ഒരുക്കത്തോടെ, വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ, പ്രതിബദ്ധതയോടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണണം. വീണ്ടും വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 37-ാം വചനത്തിൽ ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ്, ജാഗരൂകരായിരിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ്, ജാഗരൂകരായിരിക്കുവിൻ. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ ഈ ശ്രേഷ്ഠമായ വചനത്തെ ഏറ്റെടുക്കണം. ജാഗരൂകരാകുക, ജാഗരൂകരാകുക. എല്ലാം മുൻകൂട്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ജാഗരൂകരാകേണ്ടത് ഏതൊക്കെ തലങ്ങളിൽ? ഒരുപാട് മേഖലകൾ. നമ്മൾ പരിശുദ്ധ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ, ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ വചനം വായിക്കുമ്പോൾ, കർത്താവിൻ്റെ ജനം, വിളിക്കപ്പെട്ടവരെ, കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തിയും ജാഗ്രത പാലിക്കേണ്ട ഒത്തിരിയേറെ കാര്യങ്ങൾ ആത്മാവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസയാത്രയിൽ നമ്മൾ ജാഗരൂകരാകണം. നമ്മുടെ വിശ്വാസയാത്രയിൽ നമ്മൾ ജാഗ്രതയുള്ളവരാകണം. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇതൊരു ഫെയ്ത്ത് ജേണിയാണ്. കർത്താവിനോട് കൂടെയുള്ളൊരു യാത്രയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. കർത്താവിനോട് ചേർന്ന് കൊണ്ടുള്ളൊരു യാത്ര, അതാണ് വിശ്വാസയാത്ര. ഇന്ന് നമ്മുടെ ഈ വിശ്വാസയാത്രയിൽ നമുക്ക് ലക്ഷ്യം തെറ്റിപ്പോകുവാൻ, നമ്മൾ വഴി തെറ്റിപ്പോകുവാൻ, വ്യതിചലിച്ചു പോകുവാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട് സഹോദരങ്ങളെ. പലവിധ പ്രലോഭനങ്ങൾ, ആസക്തികൾ, മ്ലേച്ഛതകൾ, ലോകത്തിൻ്റെ മോഹങ്ങൾ, ജഡീകതകൾ, കണ്ണഞ്ചിപ്പിക്കുന്ന ലോകത്തിന് നിറങ്ങൾ, വർണ്ണങ്ങൾ, ഇന്ന് ഇതെല്ലാം കൊണ്ട് ഈ ലോകം നിറഞ്ഞിരിക്കുകയാണ്. അത്രമാത്രം ദൈവകൃപയിൽ നമ്മൾ നിറയപ്പെട്ടില്ലെങ്കിൽ വഴിതെറ്റിപ്പോകുവാനുള്ള ഒരുപാട് അവസരങ്ങൾ ഈ ലോകത്തിൽ പിശാച് ഒരുക്കി വെച്ചിട്ടുണ്ട്. പലവിധ ചതികളായി, കെണികളായി, വഞ്ചനകളായി, തന്ത്രങ്ങളായി, നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള പല പ്രലോഭനങ്ങൾ. അത് പ്രലോഭനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലാണ് അതെല്ലാം പിശാച് ഇന്ന് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾ, ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ദിനങ്ങൾക്ക് മുൻപ് നമ്മൾ ധ്യാനിച്ചു, പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്ര നമ്മുടെ മേൽ പ്രകാശിതമാകണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഈ വിശ്വാസയാത്രയിൽ നമ്മൾ ജാഗ്രത നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ വഴിതെറ്റിപ്പോകും, നമ്മൾ വ്യതിചലിച്ചു പോകും.
ഇന്ന് എത്രയോ ജീവിതങ്ങൾ, കർത്താവ് വിളിക്കപ്പെട്ട ജീവിതങ്ങൾ, അവർ ഈ യാത്രയിൽ എവിടെയോ വെച്ച് വഴിതെറ്റിപ്പോയി. തങ്ങളെ വിളിച്ച കർത്താവിനെ അവഗണിച്ചുകൊണ്ട് അവർ യാത്ര മുന്നോട്ട് കൊണ്ടുപോയി. അവർക്ക് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ എന്ത് സംഭവിച്ചു? അനേകര് തകർന്ന് നശിച്ച്, ശുശ്രൂഷ വിളി ലഭിച്ചവർ പോലെ അത് നഷ്ടപ്പെടുത്തി വഴിമാറിപ്പോയ പല അനുഭവങ്ങളും നമ്മുടെ കൺമുൻപിലുണ്ട് സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവ് ഈ ആദ്യ ദിനത്തിലെ ശുശ്രൂഷയിൽ നമ്മോട് പറയുകയാണ്, വിശ്വാസ യാത്രയിൽ ദൈവജനം ജാഗരൂകരായി. നമ്മൾ ജാഗരൂകരാകേണ്ടത് നമ്മുടെ ഈ വിശ്വാസ യാത്രയിലാണ്. കാരണം ലോകം ഇന്ന് അതുപോലെ കറപ്റ്റഡ് ആണ് സഹോദരങ്ങളെ. നമുക്കിന്ന് എല്ലാം അവൈലബിളാണ്, എല്ലാം അവൈലബിളാണ്. ഈ മൊബൈൽ ഫോൺ ഇത് നമ്മുടെ വിരൽത്തുമ്പിലാണ് ലോകം, വിരൽത്തുമ്പിലാണ് ലോകം. നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഇതിൽ കിട്ടും. ലോകത്തിൽ ഇന്നെല്ലാം അവൈലബിളാണ്. ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച്, ടേസ്റ്റ് അനുസരിച്ച്, ട്രെൻഡ് അനുസരിച്ച് ഇന്നെല്ലാം ലഭിക്കുന്നൊരവസ്ഥ. ഒരു കൺട്രോളും ആരുടെ മേലില്ല സഹോദരങ്ങളെ. അത് കുടുംബജീവിതത്തിലാണെങ്കിലും അതേത് ജീവിത വിളിയിലാണെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തോട് ആ റെസ്പോൺസിബിൾ ആയില്ലെങ്കിൽ, കർത്താവ് എനിക്ക് തന്ന ഈ ശ്രേഷ്ഠമായ ജീവിതത്തോട് ഞാൻ ഉത്തരവാദിത്വ ബോധമുള്ളവനായില്ലെങ്കിൽ കൃപയിൽ വീണുപോകാൻ ഒത്തിരി 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 സാഹചര്യങ്ങൾ. അതുകൊണ്ട് പരിശുദ്ധാത്മ പറഞ്ഞത് പത്രോസ്ലിയുടെ ആദ്യ സുവിശേഷ പ്രഘോഷണത്തിൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 40-ാം വചനത്തിൽ തിരുവചനം പറയുന്നു. അവൻ മറ്റു പല വചനങ്ങളാൽ അവർക്ക് സാക്ഷ്യം നൽകി. ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിനെന്ന് ഉപദേശിക്കുകയും ചെയ്തു. വചനം പറയാണ്, ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ. ആത്മാവ് എന്താ നമ്മോട് പറയുന്നത്? വക്രതയുള്ള ദുഷിച്ച ഈ തലമുറയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. നിങ്ങൾ ജാഗ്രതയുള്ളവരാകണം. വിശ്വാസയാത്രയിൽ വഴിതെറ്റിപ്പോകരുത്. വക്രതയുള്ള, കാപട്യമുള്ള, മ്ലേച്ഛത നിറഞ്ഞ എല്ലാവിധ അരാജകത്വങ്ങളും കൊടികുത്തി വാഴുന്ന ഈ തലമുറയിൽ നീ നിന്നെ തന്നെ സൂക്ഷിക്കുക. നീ നിന്നെ തന്നെ സൂക്ഷിക്കുക. നിന്റെ ജീവിതത്തിന്റെ കാവൽക്കാരനായി നീ മാറുക. എത്ര ശക്തമായ വചന സഹോദരങ്ങളെ. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അവിടെ 38-ാം വചനത്തിൽ, 8-ാം അധ്യായം 38-ാം വചനത്തിൽ, പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറ, പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറ. എന്താണ് ഈ തലമുറയുടെ പ്രത്യേകത? ആത്മാവ് പറയാണ്, പാപം നിറഞ്ഞ, മ്ലേച്ഛത നിറഞ്ഞ, എല്ലാവിധ അരാജകത്വങ്ങൾ നിറഞ്ഞ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറ. ഈ തലമുറയിൽ പ്രിയ ദൈവത്തിന്റെ പൈതലേ, നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. നിന്റെ ജീവിതത്തിൽ നീ കൃപയോടെ സൂക്ഷിക്കണം. വിശുദ്ധിയുടെ ആത്മാവിൽ സൂക്ഷിക്കണം. കർത്താവിന്റെ സത്യവചനത്താൽ നിന്റെ ജീവിതത്തിൽ നീ സൂക്ഷിക്കണം. വിശ്വാസം മുറുകെ പിടിക്കണം. അതിനായി നമ്മൾ എന്ത് ചെയ്യണം? ഈ വിശ്വാസയാത്രയിൽ ഞാനും നിങ്ങളും ഒറ്റയ്ക്കല്ല സഹോദരങ്ങളെ. പേമാരികളുണ്ട്, കൊടുങ്കാറ്റുകളുണ്ട്, വെള്ളപ്പൊക്കങ്ങളുണ്ട്, ചൂടുകാറ്റുണ്ട്, ഭയപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മളെ വിളിച്ച കർത്താവ് കൂടെയുണ്ട്. കർത്താവിൻ്റെ കൂടെയുള്ള യാത്രയാണ് നമ്മുടെ വിശ്വാസ ജീവിതം. യെസ്, അതാണ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതം. അതാണ് നമ്മൾ പാടുന്നില്ലേ, ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാലും കർത്താവിനെ പിന്തുടർന്നിടും. ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. ഈ വിശ്വാസയാത്ര ആരുമായിട്ട് നമ്മൾ നടത്തുന്നത്? കർത്താവുമായിട്ട്. സർവശക്തനായ, സർവാധിപനായ, സകലത്തിനെയും അതിനാഥനായ യേശുവുമായിട്ടാണ് നമ്മുടെ യാത്ര. നമ്മുടെ കർത്താവുമായിട്ടുള്ള
ഈ വിശ്വാസയാത്ര എത്ര മാധുര്യമുള്ളതാണ് സഹോദരങ്ങളെ. നമ്മൾ ചെയ്യേണ്ടത് ഈ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. സങ്കീർത്തകനായ ദാവീദ് പറയുന്നുണ്ട്, 16-ാം സങ്കീർത്തനം 8-ാം വചനത്തിൽ തിരുവചനം പറയാണ്, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. ഹല്ലേലൂയ. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. എത്ര മനോഹരമായൊരു വചനം. കർത്താവ് ദാവീദിൻ്റെ കൺമുൻപിൽ ലോകമായിരുന്നില്ല. ലോകത്തിൻ്റെ മോഹങ്ങളോ നിറങ്ങളോ വർണ്ണങ്ങളോ നമ്മളെ വഞ്ചിക്കുന്ന വിധത്തിലുള്ള കാപട്യങ്ങളോ മ്ലേച്ഛതകളോ ഒന്നുമായിരുന്നില്ല. അവൻ്റെ കൺമുൻപിൽ നിറഞ്ഞു നിന്നത് ദൈവമായ കർത്താവാണ്. തന്നെ വിളിച്ച് അനുഗ്രഹിച്ച ഒരു മിടയ ചെറുക്കനായ തന്നെ പിടിച്ച് ഇസ്രായേൽ മുഴുവൻ്റെ രാജാവാക്കി ഉയർത്തിയ തൻ്റെ കർത്താവായിരുന്നു തൻ്റെ കൺമുൻപിൽ നിറഞ്ഞു നിന്നിരുന്നത്. അവിടുന്ന് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. വീണ്ടും ദാവീദ് പറഞ്ഞു 34-ാം സങ്കീർത്തനം 5-ാം വചനത്തിൽ, ആ സങ്കീർത്തന വചനം ഉച്ചത്തിലൊന്ന് വായിച്ച്, കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി. ആരെല്ലാം അവിടുത്തെ മുഖപ്രകാശത്തിലേക്ക് നോക്കിയോ അവരെല്ലാം പ്രകാശിതരായി. അവർക്ക് ലജ്ജിക്കേണ്ടി വരില്ല, അവർ ലജ്ജിതരാവില്ല. സഹോദരങ്ങളെ, ഈ വിശ്വാസയാത്ര നമ്മൾ നടത്തേണ്ടത് കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ്. ഈ ലോകത്തിന് നശ്വരമായ ഒരുപാട് സൗന്ദര്യങ്ങളുണ്ട്, നമ്മളെ വഞ്ചിപ്പിക്കുന്ന, നമ്മളെ ചതിക്കുന്ന സൗന്ദര്യങ്ങൾ. ലോകത്തിന് ഒരുപാട് നശ്വരമായ സൗന്ദര്യങ്ങളുണ്ട്. ഈ സൗന്ദര്യങ്ങളിൽ ആകർഷ്ടരായി നിനക്ക് ആത്മനാശം സംഭവിക്കരുത്. കർത്താവിന് നിർബന്ധമുണ്ട്. നമ്മുടെ ആത്മാക്കളുടെ ഉടയവനാണ് നമ്മുടെ ഈശോ, അവനാണ് ഉടമസ്ഥൻ. കർത്താവ് പറയാ, നീ എൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഈ വിശ്വാസയാത്ര നടത്തണം. ഹെബ്രായ പുസ്തകം 12:2 ഇതിനോട് ബന്ധപ്പെട്ടാണ് ആത്മാവ് പറയുന്നത്. ഹെബ്രായ പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വചനം, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിന് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാനായിട്ട്. ഈ വിശ്വാസയാത്രയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആത്മാവ് പറയാണ്, കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഈ യാത്ര നീ മുന്നോട്ട് കൊണ്ടുപോവുക. നീ ഓടേണ്ടത് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ്. ലോകം കണ്ടുകൊണ്ടല്ല, ലോകത്തിലെ ഇമ്പങ്ങൾ കണ്ടുകൊണ്ടല്ല, ലോകമോഹങ്ങൾ കണ്ടുകൊണ്ടല്ല, ഒരു മനുഷ്യനെയും കണ്ടുകൊണ്ടല്ല, ജീവിക്കുന്ന കർത്താവിൻ്റെ തിരുമുഖത്തേക്ക്. കാരണം അവനാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥൻ. നമ്മുടെ വിശ്വാസത്തിന് നാഥൻ കർത്താവായ യേശുവാണ്. ഈ വിശ്വാസത്തെ പൂർണ്ണതയിലെത്തിക്കുന്നവനും ആരാണ്? ഈശോയാണ് പൂർണ്ണതയിലെത്തിക്കുന്നവൻ. ആ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് വേണം ഓടാൻ. ട്രാക്ക് മാറി ഓടരുത്, ട്രാക്ക് തെറ്റി ഓടരുത്. നമുക്ക് നിശ്ചയിക്കപ്പെട്ട ട്രാക്കിലൂടെ നമ്മൾ ഓടണം, എങ്കിലേ നമ്മൾ സമ്മാനിതരാകുകയുള്ളൂ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ഓട്ടക്കാരി ഷൈനി വിൻസെൻ്റ്, അഭിമാന ഓട്ടക്കാരിയാണ്, ഏഷ്യാഡിൽ മത്സരിച്ചു, 1ാം സമ്മാനം കിട്ടി. നമ്മളൊക്കെ ഒത്തിരി ആഹ്ലാദിച്ചു. ആദ്യം ഓട്ടം ഫിനിഷ് ചെയ്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു, ഷൈൻ ഈസ് ഡിസ്ക്വാളിഫൈഡ്. കാരണം തൻ്റെ ട്രാക്ക് മാറി അടുത്ത ട്രാക്കിലൂടെ അവൾ ഓടി. തന്മൂലം എന്ത് സംഭവിച്ചു? തനിക്ക് ലഭിച്ച ആ സമ്മാനം നഷ്ടപ്പെട്ടു പോയി. നമ്മൾ എങ്ങനെയെങ്കിലും ഓടിയ പോരാ സഹോദരങ്ങൾ. ഈ വിശ്വാസയാത്ര നമ്മൾ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ നടത്തിയാൽ പോരാ. കർത്താവ് നിശ്ചയിച്ച് തന്നിരിക്കുന്ന ട്രാക്കിലൂടെ, വഴിയിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ആ വഴിയിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുവാൻ ഒരുപാട് തിന്മകൾ, മ്ലേച്ഛതകൾ, പ്രലോഭനങ്ങൾ, ചതികൾ, വഞ്ചനകൾ, തന്ത്രങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട് സഹോദരങ്ങളെ. അതുപോലെ പാപം വർദ്ധിച്ചിരിക്കുകയാണ്. പിശാച് പ്രബലപ്പെട്ടിരിക്കുന്നൊരു സമയം. നമ്മൾ അതീവ ജാഗ്രതയും ജ്ഞാനവുമുള്ളവരാകണം. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, അല്ലെ? വചനം പറയുന്നുണ്ട്, കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നമ്മൾ യാത്ര ചെയ്യണം.
പൗലോസ്ലീഹ കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം 3-ാം വചനത്തിൽ ഇതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വിശുദ്ധ പൗലോസ്ലീഹായ്ക്ക് ഒരു ഭയമുണ്ടാവുകയാണ്. കർത്താവിനായി അവരുടെ ജീവിതങ്ങളെ, കൊരിന്തോസിലെ വിശ്വാസികളെ പൗലോസ്ലീഹ സമർപ്പിച്ചു. ആ സമർപ്പണത്തിൽ നിന്ന്, അവരുടെ വിശ്വാസയാത്രയിൽ നിന്ന് അവർ വ്യതിചലിപ്പിക്കപ്പെടുമോ, അവർ പിന്മാറിപ്പോകുമോ എന്ന് പൗലോസ്ലീഹ ഭയപ്പെടുകയാണ്. സഹോദരങ്ങളെ, നമ്മളിന്ന് ചിന്തിക്കണം. കർത്താവ് നിശ്ചയിച്ചു തന്ന ട്രാക്കിലൂടെ തന്നെയാണോ ദൈവത്തിൻ്റെ പൈതലേ നീ ഓടിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ വിശ്വാസയാത്രയിൽ നമ്മൾ അറിഞ്ഞറിയാതെയോ വ്യതിചലിച്ചു പോകുന്നുണ്ടോ? നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ, ദൈവവചനത്തോടുള്ള സമർപ്പണത്തിൽ നിന്ന്, വിശുദ്ധിയുടെ ആത്മാവിലുള്ള ലാളിത്യത്തിൽ നിന്ന്, സത്യവിശ്വാസത്തോടുള്ള പ്രതിബദ്ധതയിൽ നിന്ന് താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി, നശ്വരമായ ചില സുഖങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ ചില നന്മകൾ ലഭിക്കുവാൻ വേണ്ടി ഞാൻ ട്രാക്ക് മാറി ഓടുന്നുണ്ടോ, ഞാൻ വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന് എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ വചനത്തിന് മുൻപിലായിരുന്ന് ആത്മശോധന ചെയ്യേണ്ട സമയമാണിത്. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 4-ാം വചനത്തിൽ ഈശോ പറഞ്ഞ വചനം, യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വഴിയിലായിരിക്കുന്നവരെ വഴിതെറ്റിക്കുന്ന ഒരുപാട് തിന്മകൾ, അത് വ്യക്തികളിലൂടെ ആയിരിക്കാം, ചില പാപപ്രലോഭനങ്ങൾ വഴിയായിരിക്കാം, ജഡീകതകൾ മൂലമായിരിക്കാം, ലോകത്തോടുള്ള, ലോകമോഹങ്ങളോടുള്ള നമ്മുടെ അറ്റാച്ച്മെൻ്റ് വഴിയായിരിക്കാം. നമ്മളെ വഴിതെറ്റിക്കാനായിട്ട്, വ്യതിചലിപ്പിക്കുവാൻ ഈശോ പറയാണ്, നിങ്ങൾ ജാഗരൂകരാകണം. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, നിങ്ങൾ ജാഗ്രതയുള്ളവരാകുക. ഇതെല്ലാം വാണിംഗ് മെസ്സേജാ, ഇതൊക്കെ മുന്നറിയിപ്പിൻ്റെ സന്ദേശങ്ങളാണ്. ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് വലിയ നഷ്ടം സഹിക്കേണ്ടി വരും. കൊടിയ തകർച്ചയിൽ നമ്മൾ നിബന്ധിക്കും, നമ്മുടെ ആത്മാക്കൾക്ക് നാശം സംഭവിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് തൻ്റെ സ്നേഹത്തിൻ്റെ, തൻ്റെ വിശ്വസ്തതയുടെ അടയാളമായി നമ്മുടെ കർത്താവ് നമുക്ക് ഈ മുന്നറിയിപ്പുകളൊക്കെ മുൻകൂട്ടി, ഞാനെല്ലാം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈശോ പറഞ്ഞു തന്നിരിക്കുക. ഒരപ്പനെ പോലെ, ഒരു അമ്മയെ പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തിരിച്ചറിയേണ്ട കാര്യങ്ങൾ, സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, പോകേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, അതെല്ലാം കൃത്യമായി കർത്താവിൻ്റെ വാക്ക് ശ്രദ്ധിക്കണം. എല്ലാം നിങ്ങളോട് ഞാൻ മുൻകൂട്ടി പറഞ്ഞു, എല്ലാം പറഞ്ഞിരിക്കുന്നു, എല്ലാം. ഇനി ഒരു കാര്യം പോലും എനിക്ക് പറയാനില്ല, എല്ലാം ഈശോ പറഞ്ഞു എന്നാ തിരുവചനം പഠിപ്പിക്കുന്നത്. വിശ്വസിച്ച് രാമേൻ പറഞ്ഞേ ഇരുകരം എഴുതി 3 പ്രാവശ്യം ഹൃദയം തുറന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ചേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. അസുരമായ നേട്ടങ്ങൾക്ക് വേണ്ടി കർത്താവ്, വെറും ഭൗതികമായ നന്മകൾക്ക് വേണ്ടി കർത്താവ്, ചില കാര്യ സാധ്യതകൾക്ക് വേണ്ടി കർത്താവ്, ഞങ്ങളുടെ വഴിയിൽ നിന്ന് ഞാൻ മാറിപ്പോയോ, ഞങ്ങളുടെ വചനത്തെ ഞാൻ വിട്ടുകളഞ്ഞോ കർത്താവേ. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നീ പരിശോധിക്കണം. കർത്താവിൻ്റെ നിർമ്മലമായ കലർപ്പില്ലാത്ത വചനത്തിൻ്റെ മുൻപിലിരുന്ന് നമ്മൾ പരിശോധിക്കണം. പൗലോസ്ലീഹ ഗലാത്യ സഭയോട് പറയുന്ന ശക്തമായൊരു വചനമുണ്ട്. 3-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, ദ ബുക്ക് ഓഫ് ഗലേഷ്യൻസ് 3:3. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? എന്തൊരു ചോദ്യമാണ് പൗലോസ് ചോദിക്കുന്നത്. എത്രയെത്ര മിനിസ്ട്രികൾ നല്ല കൃപയിൽ ആരംഭിച്ചു, അഭിഷേകത്തിൽ ആരംഭിച്ച്, ആത്മാവിനാൽ നയിക്കപ്പെട്ട, ആത്മാവിനാൽ പ്രചോദിതമായ എത്രയോ കൂട്ടായ്മകൾ ഇന്നതെല്ലാം ശുഷ്കിച്ച് പലതും തകർന്നു പോയി.
എൻ്റെ സഹോദരങ്ങളെ, ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ തകർച്ച വന്നുവെന്ന് ഗലാത്യയിലെ വിശ്വാസികളോട് ഒരു അപ്പനെ പോലെ വിശുദ്ധ പൗലോസ് ചോദിക്കുകയാണ്. പല മിനിസ്ട്രികൾ വിളിക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട പലരും അവർ നല്ല കൃപയോടുകൂടി ആരംഭിച്ചവരാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ഈ ശുശ്രൂഷ യാത്രയിൽ എൻ്റെ ചില സഹോദരങ്ങളെ ഞാൻ കണ്ടുമുട്ടാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തവർ, ഒന്നിച്ച് പ്രാർത്ഥിച്ച പലരും വേദനയോടുകൂടി എന്നോട് ഇപ്രകാരം പങ്കുവെക്കാറുണ്ട്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ചില ജീവിതത്തിന് വ്യഗ്രതകൾ വന്നപ്പോൾ, മറ്റു ചിലർ ചില പ്രലോഭനങ്ങളിൽ അകപ്പെട്ടപ്പോൾ, വേറെ ചിലരെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? ലോകത്തിന് നശ്വരമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ശുശ്രൂഷ വിളി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൻ്റെ ചില സംവിധാനങ്ങളിലേക്ക് വഴിമാറിപ്പോയ പല ശുശ്രൂഷകരെയും ഞാൻ കഴിഞ്ഞ നാളുകളിൽ പലരെയും ഞാൻ കണ്ടുമുട്ടാനിട വന്നു. ഒരു കണ്ണുനീരോടെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്: പ്രാർത്ഥിക്കണം ബ്രദറെ, സന്തോഷേ, പ്രാർത്ഥിക്കണം എൻ്റെ സഹോദരങ്ങളെ. കാരണം അവരുടെ ഈ ജീവിതത്തിൽ അന്ന് അവർ അസ്വസ്ഥരാണ്, പലരും നിരാശിതരാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ. നമ്മളൊരു കാര്യം തിരിച്ചറിയണം സഹോദരങ്ങളെ, ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. അത് കൂടുതൽ കൃപയിലേക്ക്, മോർ പവർ, മോർ അനോയിന്റിങ്. നമ്മൾ കാണുന്നില്ലേ, സാവൂളാകുന്ന പൗലോസ് കൂടുതൽ ശക്തി ആർജിച്ചു. ഓരോ ദിവസം കഴിയുമ്പോൾ, ഓരോ മാസം കഴിയുമ്പോൾ, ഓരോ വർഷം കഴിയുമ്പോൾ കൂടുതൽ കൃപ, കൂടുതൽ അഭിഷേകം, കൂടുതൽ ആത്മശക്തി. ഹല്ലേലൂയ! ഇത് സ്വന്തമാക്കിക്കൊണ്ട് കർത്താവിനോട് കൂടെ നമ്മൾ യാത്ര ചെയ്യണം. നമ്മുടെ കുടുംബജീവിതം നയിക്കണം, ഏകാവസ്ഥ ജീവിതം നയിക്കണം, സമർപ്പിത ജീവിതം, പൗരോഹിത്യ ജീവിതം. ഈ കൂടുതൽ കൃപയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നയിക്കേണ്ടത്. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, അഭിഷേകത്തിൽ നിന്ന് വലിയ അഭിഷേകത്തിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക്, കൃപയ്ക്കുമേൽ കൃപ. ആ ഒരു അനോയിന്റിങ്, ആ ഒരു ലെവലിലേക്ക് നമ്മൾ വളരണം. അല്ലാതെ ശരീരത്തിൽ ലൗകികമായി ജഡീകമായി അവസാനിപ്പിക്കാനുള്ളതാണോ നിന്റെ ശുശ്രൂഷ വിളി, നിന്റെ ശുശ്രൂഷ ജീവിതം? അല്ല സഹോദരങ്ങളെ, ആത്മാവിൽ ആരംഭിച്ചുണ്ട് അത് കൂടുതൽ ആത്മശക്തിയോട് മുന്നോട്ട് കൊണ്ടുപോകും. അവസാന ശ്വാസം വരെ ഈ കൃപയുടെ ആത്മാവിൽ ജ്വലിക്കുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറണം. അതിന് തടസ്സമായ സകല ലോകമോഹങ്ങളെയും ജഡീകതകളെയും ലൗകികതകളെയും, നമ്മുടെ വിശ്വാസ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകല പാപ പ്രലോഭനങ്ങളെയും അതിനെയെല്ലാം അകറ്റിക്കളയാൻ, അതിനോടൊക്കെ നോ പറയാനുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടാകണം. അതിൽ ജാഗ്രതയുണ്ടാകണം. അത് ഈശോ പറഞ്ഞത്. തുടർന്ന് പൗലോസ് വീണ്ടും പറയാണ് ഗലാത്യ സഭയോട്, 5-ാം അധ്യായം 7-8 വചനങ്ങൾ. ഇത് ആവർത്തിക്കുക. പൗലോസിലേക്ക് എന്താ പറയുന്നത്? നിങ്ങൾ നന്നായി മുന്നേറിക്കൊണ്ടിരുന്നു, നന്നായി വളരുന്നൊരു സമൂഹമായിരുന്നു നിങ്ങളുടേത്. ആത്മീയമായ വളർച്ചയുള്ള, കർത്താവിനോട് കൂടെ ജീവിച്ച ഒരു സമൂഹമായിരുന്നു നിങ്ങളുടേത്. എന്നാൽ ഇന്ന് സത്യത്തെ അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത് ആരാണ്? നിങ്ങൾക്ക് എന്തു പറ്റി മക്കളെ? ആത്മഭാരത്തോടെ പൗലോസ് ചോദിക്കുക, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ നന്നായി വളരുന്നൊരു സമൂഹമായിരുന്നു, നല്ലൊരു കുടുംബമായിരുന്നു, നല്ലൊരു മിനിസ്ട്രി ആയിരുന്നു, കൃപയുള്ളൊരു കൂട്ടായ്മയായിരുന്നു, നല്ല അഭിഷേകമുള്ളൊരു വ്യക്തിയായിരുന്നു നീ. നിന്റെ കുടുംബത്തിന് എന്തു പറ്റി? കൂട്ടായ്മയ്ക്ക് എന്തു പറ്റി? നിന്റെ ജീവിതത്തിന് എന്തു പറ്റി? ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ചോദ്യം നിന്നോടും എന്നോടുമാണ് ആവർത്തിക്കുന്നത്. നിനക്ക് എന്തു പറ്റി? ദൈവത്തിന്റെ പൈതലേ, നിനക്ക് എന്തു പറ്റി? എന്താ നിനക്ക് സംഭവിച്ചത്? നന്നായി മുന്നേറിക്കൊണ്ടിരുന്ന നിന്റെ ജീവിതം ഇന്ന് എന്തുകൊണ്ട് ഈ തകർച്ചയിലായി, ഈ നാശത്തിലായി? പൗലോസ് പറയാണ്, 8-ാം വചനത്തിൽ പൗലോസ് പറയുന്നു, ഉറക്കെ വായിക്കാം നമുക്ക്. ഈ പ്രേരണ ഉണ്ടായത് ഏതായാലും കർത്താവിൽ നിന്നല്ല, നിങ്ങളെ വിളിച്ച കർത്താവിൽ നിന്നല്ല. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല, ആത്മാവല്ല. ഈ തകർച്ചയുടെ പുറകിൽ അവർ വഴിതെറ്റിപ്പോയി. നന്നായി മുന്നേറിക്കൊണ്ടിരുന്ന, നന്നായി ജീവിച്ച,
ഇന്ന് എത്രയോ കുടുംബങ്ങൾ നന്നായി സ്നേഹത്തിൽ പങ്കുവെച്ച് പ്രാർത്ഥിച്ച് കൃപയിൽ ജീവിച്ച പല കുടുംബങ്ങളും ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. ഈ വിശ്വാസയാത്രയിൽ എവിടെയോ വെച്ച് ലക്ഷ്യം മറന്നു, വഴിതെറ്റിപ്പോയി, വ്യതിചലിച്ചു പോയി, ജാഗ്രത നഷ്ടപ്പെട്ടു. ചിലപ്പോൾ താൽക്കാലികമായ ചില നേട്ടങ്ങൾക്കായിരിക്കാം, ചില ഭൗതികമായ ചില നന്മകൾക്കായിരിക്കാം, ചിലപ്പോൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില സുഖഭോഗങ്ങൾക്കായിരിക്കാം. എന്തായാലും ചില തകർച്ചകളും വിനാശങ്ങളും സംഭവിച്ചു. പൗലോസ് പറയാ, ഇത് ഏതായാലും നിങ്ങളെ വിളിച്ച കർത്താവിൽ നിന്നല്ല, ഇതൊരിക്കലും കർത്താവിൻ്റെ പ്രവർത്തനമല്ല. ഇതിൻ്റെ പുറകിൽ പിശാചാണ്, സാത്താൻ, സകല ലോകത്തെയും വഞ്ചിക്കുന്ന പിശാച്. യെസ്, വെളിപാട് പുസ്തകം 12:9 അവൻ്റെ പ്രവർത്തനം കാണാം. ഉച്ചത്തിലെ വചനം വായിച്ച്, ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പമുണ്ട്. സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന പുരാതന സർപ്പം കൃപയിൽ ജീവിച്ചുകൊണ്ടിരുന്ന എത്ര കുടുംബങ്ങളെ വഞ്ചിച്ച് നശിപ്പിക്കുന്നു. അഭിഷേകത്തിൽ കർത്താവിനോട് ചേർന്ന് വിശ്വാസ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന എത്രയോ വിളിക്കപ്പെട്ട ജീവിതങ്ങളെ ചതിച്ച് വഞ്ചിച്ച് കൃപയിൽ വീഴ്ത്തിക്കളഞ്ഞു. കൃപയിൽ വീഴ്ത്തി അവിടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി, അവരെ പാപപങ്കിലമാക്കി, അവിടെ ആത്മാവിനെ അശുദ്ധമാക്കി. മനസ്സിലാക്കണ സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്ന് പിശാചെന്ന് വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം. അതുകൊണ്ട് കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കണം. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വേണം ഈ വിശ്വാസ യാത്ര നടത്തുവാൻ. കർത്താവിനോട് ചേർന്നുകൊണ്ട് ഹെബ്രായ പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരം വിശ്വാസ യാത്ര നടത്തി അത് വിശ്വസ്തയോടെ സമർപ്പണത്തോടെ പൂർത്തീകരിച്ച വിശ്വാസ വീരന്മാരുടെ, വിശ്വാസ വനിതകളുടെ ചരിത്രമാണ്, ജീവിതമാണ് ഹെബ്രായ പുസ്തകം 11-ാമത്തെ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. അത് വിശ്വാസത്തിൻ്റെ ചാപ്റ്ററാണ്, അത് ഫെയ്ത്ത് ചാപ്റ്ററാണ്. നമ്മുടെ ആവേശം കൊള്ളിക്കും, നമ്മുടെ തീഷ്ണത വർദ്ധിക്കും, നമ്മുടെ ഹൃദയത്തിൽ ജ്വലനമുണ്ടാകും. ഞാൻ പലപ്പോഴും ആ വിശ്വാസ വീരന്മാരുടെ ജീവിതം ഈ വചനങ്ങളിൽ ധ്യാനിക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറയാറുണ്ട് സഹോദരങ്ങളെ. ഒരുപാട് നഷ്ടപ്പെടുത്തി, ത്യാഗമെടുത്തു, അവർക്ക് ഒരുപാട് സഹനങ്ങളുണ്ടായി. എന്നാൽ ഇതിൻ്റെ എല്ലാ നടുവിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, ആ തിരുമുഖത്തേക്ക് നോക്കി അവർ ഈ വിശ്വാസയാത്ര കർത്താവിനോട് ചേർന്ന് പൂർത്തീകരിച്ച് അവർ പ്രതിഫലത്തിന് അർഹരായി സഹോദരങ്ങളെ. വിശ്വസിച്ച് പറഞ്ഞേ, സ്തുതിക്കുന്നു കർത്താവേ, കൃപ പകരണമേ. ഈ വിശ്വാസയാത്രയിൽ വഴിതെറ്റിപ്പോകാതെ, ലക്ഷ്യം മാറിപ്പോകാതെ, കർത്താവ് ഞങ്ങൾ വ്യതിചലിച്ചു പോകാതെ അങ്ങയുടെ തിരുമുഖത്തേക്ക് മാത്രം നോക്കി ജീവിക്കാൻ, അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ അഭിഷേകം ചെയ്യണമേ. കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഇത് പല കുടുംബങ്ങളെയും പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുന്നു. ഇതിന് വിരുദ്ധമായ പല ബന്ധനങ്ങളിൽ നിന്ന്, പല പൈശാചികാധിപത്യങ്ങളിൽ നിന്ന് പല കുടുംബങ്ങളെയും പരിശുദ്ധാത്മാവ് വിമോചിപ്പിക്കുന്നു. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ ആത്മാവിൽ കാണുന്നു, പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇനി എന്തിന് ജീവിക്കണം, എല്ലാം പോയില്ലേ, എല്ലാം നഷ്ടപ്പെടുത്തിയില്ലേ എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളിൽ ആത്മാവിന്റെ കൃപ വ്യാപരിക്കുന്നു. പ്രത്യാശ വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. പാപക്കെട്ടുകൾ പൊട്ടട്ടെ, വിഷാദത്തിന്റെ മുഖങ്ങൾ ഒടിയട്ടെ, പൈശാചിക പോരുകൾ നിർവീര്യമാകട്ടെ, ഇരുട്ടിന്റെ ശക്തികൾ വഴിമാറട്ടെ. In the name of Jesus, in the precious blood of Jesus. സ്തുതിക്കുന്നു. ആമേൻ. നന്ദി കർത്താവേ. കൃപ പകരണമേ. Thank you Jesus. ഉത്തമഗീത പുസ്തകം
ഞാനിന്ന് ഒരു 2:30-3 മണിയായിട്ടുണ്ടായിരിക്കും. ഉച്ച കഴിഞ്ഞുള്ള സമയം പരിശുദ്ധ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഉത്തമഗീത പുസ്തകം പലപ്പോഴും വായിച്ചിട്ടുള്ളതാണെങ്കിലും ആ വചനം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു വചനത്തിൻ്റെ മാധുര്യം, ആ വചനത്തിൻ്റെ ആ ഒരു മധുരിപ്പിക്കുന്ന ആ കർത്താവിൻ്റെ സ്നേഹം, മധുര്യമുള്ള സ്നേഹം, അത് ഹൃദയത്തിൽ നിറയുന്നൊരു അനുഭവം ഉണ്ടായി. എനിക്ക് ഉറപ്പുണ്ട് ഈ വചനം നമ്മൾ വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ അവരിലെല്ലാം ദൈവവചനത്തിൻ്റെ മാധുര്യമുള്ള അനുഭവം പരിശുദ്ധാത്മാവ് പകർന്നു കൊടുക്കും. ആത്മാവ് പകർന്നു കൊടുക്കും. നിങ്ങൾ വിശ്വാസത്തോടെ ഈ വചനം വായിച്ച് ഉത്തമഗീത പുസ്തകം 8-ാം അധ്യായം 5-ാമത്തെ വചനം. എന്താണ് വചനം പറയുന്നത്? ആത്മനാഥനെ ചാരി വിജന പ്രദേശത്തു നിന്ന് വരുന്ന ഇവൾ ആരാണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ശക്തമായ ഒരു വചനമാണിത്. ആത്മനാഥനെ ചാരി വിജന പ്രദേശത്തു നിന്ന് വരുന്ന ഇവൾ ആരാണ്? നമ്മുടെ ഈ വിശ്വാസയാത്ര എന്ന് പറയുന്നത് ഇതൊരു മരുഭൂ യാത്രയാണ്. നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന ഇസ്രായേൽ ജനം 40 വർഷക്കാലം ആ മരുഭൂമിയിലൂടെ അവർ നടന്നു. അവിടെ കൊടുങ്കാറ്റുകളുണ്ടായി, പല പ്രതിസന്ധികളും അവർ അതിജീവിക്കേണ്ടി വന്നു. കാനാന്യരെ, ഹിത്യരെ, ഹിവ്യരെ, അമ്മോന്യരെ, ജബൂസ്യരെ, അമലേക്യർ, ഇവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. ജെറിക്കോ മതിൽ ഉയർന്നു നിൽക്കുന്നു, കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദി, ശത്രുക്കള്, മരുഭൂമിയുടെ ഒരുപാട് ഭയാനകമായ അനുഭവങ്ങളെല്ലാം അവർക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ അതിലെല്ലാം അവരോടൊപ്പം കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. അഗ്നിസ്തംഭമായി, മേഘസ്തംഭമായി തൻ്റെ ജനത്തെ വിട്ടുപിരിയാതെ നടന്ന കർത്താവിൻ്റെ മഹത്വമേറിയ സാന്നിധ്യം, ഷെഖീന, ഗ്ലോറിയസ് പ്രസൻസ്, മഹത്വമേറിയ സാന്നിധ്യം തൻ്റെ ജനത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ആത്മനാഥനെ ചാരി അവൾ ചാരിയിരിക്കുന്നത് തൻ്റെ ആത്മനാഥൻ്റെ മാറിലാണ്. ആ മാറിലേക്ക് മണവാട്ടിയായി അവൾ ചാരിക്കിടക്കുകയാണ്. നമ്മുടെ ആത്മമണവാളൻ കർത്താവായ യേശുവാണ്. അവൾ വരുന്നത് വലിയ നാഷണൽ ഹൈവേയിലൂടെയല്ല സഹോദരങ്ങളെ. അല്ലെങ്കിൽ നമ്മൾ ഈ വിദേശത്തൊക്കെ പോകുമ്പോൾ അവിടെ ഈ മോട്ടോർ വേ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 6 ലൈൻ അല്ലെങ്കിൽ 8 ലൈൻ അല്ലെങ്കിൽ 10 ലൈൻ എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ വീതിയുള്ള വലിയ ഹൈവേകളാണ്. ആയിരക്കണക്കിന് വണ്ടികളാണ് പോകുന്നത്. അതുപോലെ നാഷണൽ മോട്ടോർ വേയിലൂടെയൊന്നല്ല ഇവൾ വരുന്നത്. വിജന പ്രദേശം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൂടെയാണ് ഇവൾ യാത്ര ചെയ്തു വരുന്നത്. എന്നാൽ അവൾ തൻ്റെ ആത്മനാഥൻ്റെ ആ മാറിൽ ചാരിക്കിടക്കുകയാണ്. മരുഭൂമിയുടെ വേദന അവൾ അറിയുന്നില്ല. സഹോദരങ്ങളെ, മരുഭൂമിയുടെ വേദന അറിയുന്നില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഈ വിശ്വാസ യാത്രയിൽ സഹനങ്ങളുണ്ട്, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളുണ്ട്, പച്ചയായിട്ടുള്ള നൊമ്പരങ്ങളുണ്ട്, മുറിപ്പാടുകളുണ്ട്, അവഗണിക്കപ്പെടുന്ന, ഒറ്റപ്പെടുന്ന, മാറ്റി നിർത്തപ്പെടുന്ന മാനസിക ശാരീരികമായ പലവിധ പീഡനങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മൾ അറിയാതെ വരും. എപ്പോഴാണെന്നറിയോ? നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ, ഈ വിശ്വാസയാത്ര കർത്താവിനോട് ചേർന്ന് നടത്തുമ്പോൾ. എൻ്റെ സഹോദരങ്ങളെ, മരുഭൂമിയുടെ വേദന ആ മണവാട്ടി അറിഞ്ഞില്ല. കാരണം അവൾ തൻ്റെ ആത്മനാഥനെ ചാരിയിരിക്കുക. അവൾ അവിടെ തലവെച്ച്, ആ മറിയിലേക്ക് തലവെച്ച് അവൾ കിടക്കുകയാണ്. മരുഭൂമിയിലൂടെ അവൾ പോകുന്നത്. മരുഭൂമിയുടെ ഭയാനകത അവൾ അറിയുന്നില്ല. അവൾ ഈ ഹൃദയത്തിൻ്റെ ചൂടനുഭവിച്ച് തൻ്റെ ആത്മനാഥനോട് ചാരി അവൾ ആ കൂട്ടായ്മയിലാണ്, ആ ബന്ധത്തിലാണ്, ആ സ്നേഹത്തിലാണ്. വിശ്വത്തിൽ ആമേൻ പറഞ്ഞേ. ആമേൻ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ലയേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, അമാറോട് ചേർന്നിരിക്കും, കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കും, ഭയമില്ലയേ. യെസ്. അപ്പോൾ ഈ മരുഭൂ യാത്രയിലെ വേദനകളും
ഇതിൻ്റെ ഭയാനതകളും ഇതിൻ്റെ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളൊന്നും നിനക്ക് പ്രതിബന്ധമാവില്ല. നിനക്കതൊന്നും ഒരു വേദനയായി, ഒരു മുറിപ്പാടായി മാറുകയില്ല. അതിന് മറികടക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സമൃദ്ധിയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളായിരിക്കുന്നത്. യെസ്, ഈ ഒരു കൃപയിലേക്ക് നമ്മൾ വരണം. നമ്മുടെ വിശ്വാസ യാത്രയിൽ നമുക്ക് വേണ്ടത് നമ്മുടെ കർത്താവുമായിട്ടുള്ള കമ്മ്യൂണിയൻ, ഫെലോഷിപ്പ്, നമ്മുടെ കർത്താവിനോടുള്ള നമുക്കുണ്ടാകേണ്ട ആ ഇൻറ്റിമസി, വിട്ടുപിരിയാത്ത ബന്ധം, അവനോട് ചേർന്നിരിക്കുന്നൊരു അനുഭവം, കർത്താവിനെ മാത്രം ചാരിയിരിക്കുന്നൊരു അനുഭവം. അവിടെ ജാഗ്രത വേണം. ആ ജാഗ്രത നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ വ്യതിചലിച്ചു പോകുന്നത്, കൃപയിൽ വീണു പോകുന്നത്, നമ്മൾ ലക്ഷ്യം തെറ്റി പോകുന്നത്, കർത്താവിൻ്റെ വഴിയിലായിരുന്ന ഞാനും നിങ്ങളും വഴിമാറിപ്പോകുന്നത്. ഈ ജാഗ്രത നഷ്ടപ്പെടുമ്പോഴാണ് ഈശോ പറഞ്ഞു, നിങ്ങൾ ജാഗരൂകരാകുക. നിന്റെ വിശ്വാസയാത്രയിൽ നീ ജാഗരൂകരാകണം. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കുക. ഈശോ പറഞ്ഞു, യോഹന്നാൻ സ്ലീഹ പറഞ്ഞൊരു വാക്കുണ്ട്. ഫസ്റ്റ് ജോൺ, യോഹന്നാൻ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 28-ാമത്തെ വചനം. കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവൻ്റെ മുൻപിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ തൻ്റെ പരിശുദ്ധന്മാരോടുകൂടെ വാനമേഘങ്ങളിൽ രാജാവായ കർത്താവ് എഴുന്നള്ളും. ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു മിഥ്യാസങ്കല്പമല്ല, ഇതേതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഭാവന സൃഷ്ടിയല്ല. ഇത് കർത്താവിൻ്റെ സത്യവചനമാണ്. വിശുദ്ധ പ്രവാചകന്മാരിലൂടെയും തൻ്റെ അപ്പോസ്തലന്മാരിലൂടെയും മാത്രമല്ല, നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ശ്രേഷ്ഠമായ വചനം, കർത്താവിൻ്റെ പ്രത്യാഗമനം, അവിടുത്തെ 2-ാം വരവ്, സെക്കൻഡ് കമ്മിങ്. ഈശോ പറയാണ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകണം. കർത്താവിൻ്റെ ആ ഗ്ലോറിയസ് പ്രസൻസിൻ്റെ മുൻപിൽ, ആ മഹത്വപൂർണനായ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് തരുന്നത്, ആത്മധൈര്യം തരുന്നത് എന്താണ്? ഈ ലോകത്തിൽ നമ്മൾ കർത്താവിനോട് കൂടെ ജീവിച്ച ജീവിതമാണ്. വേറെ നമ്മുടെ പദവികൾക്കോ സ്ഥാനമാനങ്ങൾക്കോ ലോകത്തിന് നശ്വരമായ സുഖങ്ങൾക്കോ അല്ലെങ്കിൽ നേട്ടങ്ങൾക്കോ നന്മകൾക്കോ ഒന്നും ഈ ആത്മധൈര്യം പ്രദാനം ചെയ്യാൻ പറ്റില്ല. നീ എന്തുമാത്രം ഈ ലോകത്തിൽ കർത്താവിനോട് കൂടെ ജീവിച്ചു, നിന്റെ യാത്ര കർത്താവിൻ്റെ ഒപ്പമായിരുന്നു, നിന്റെ ജീവിതം കർത്താവിനോട് ചേർന്നായിരുന്നു, നിന്റെ വിശ്വാസത്തിൻ്റെ നാഥനായ യേശുക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് കണ്ണുറപ്പിച്ചിട്ടായിരുന്നു ദൈവത്തിൻ്റെ പൈതലേ നീ ജീവിച്ചത്. ആ ജീവിതത്തിന് മാത്രമാണ് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ ആത്മധൈര്യത്തോടെ നിൽക്കുവാനായി സാധിക്കുന്നത്. അല്ലാത്തവരൊക്കെ ലജ്ജിതരാകുമെന്ന് പരിശുദ്ധ വചനം പറയുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്നത് കൃപ ഒഴുകട്ടെ, അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ തരണമേ കർത്താവേ, കൃപ തരണമേ. ഈ വിശ്വാസയാത്രയിൽ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ കുടുംബങ്ങൾ കർത്താവിൻ്റെ കുടുംബങ്ങളാണ്, നമ്മുടെ മിനിസ്ട്രികൾ കർത്താവിൻ്റെ മിനിസ്ട്രികളാണ്, നമ്മുടെ സമൂഹങ്ങൾ കർത്താവിൻ്റെ സമൂഹങ്ങളാണ്, നമ്മുടെ സഭ കർത്താവിൻ്റെ സഭയാണ്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ജനമായ, അവനിൽ വിശ്വസിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന നമ്മോട് എന്താണ് കർത്താവിന് പറയാനുള്ളത്? ഈ സമയം വളരെ പ്രധാനപ്പെട്ടൊരു വചനം ആത്മാവ് നമുക്ക് തരികയാണ്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 32-ാം വചനത്തിൽ ഈ വിശ്വാസയാത്രയിൽ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. എല്ലാവരും ഒരുമിച്ച് വചനം പറഞ്ഞേ. ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ ബൈബിളിൽ അനേകം ഭാര്യമാരുടെ ചരിത്രം പറയുന്നുണ്ട്. പക്ഷേ അവരെക്കുറിച്ചൊന്നും കർത്താവ് പറയാതെ ഇത് എപ്പോഴാണ് പറയുന്നതെന്നറിയോ? തൻ്റെ സെക്കൻഡ് കമ്മിങ്, പ്രത്യാഗമനത്തുള്ള ബന്ധത്തിൽ കർത്താവ് പല അടയാളങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ പ്രത്യേകമായി പറഞ്ഞത്,
ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് നിങ്ങൾ ഓർമ്മിക്കണം. എന്താണ് ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത്? അവളൊരു വിശ്വാസിയായിരുന്നു. നീതിമാനായ ഒരു ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവളായിരുന്നു അവൾ. ലോത്തിന് നീതിമാൻ എന്നാണ് പരിശുദ്ധ വചനം വിളിക്കുന്നത്. നീതിമാനായ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ വിളിക്കപ്പെട്ടവൾ. ഉൽപ്പത്തിയുടെ പുസ്തകം 19 അധ്യായം 16 വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു. ഉൽപ്പത്തി 19:16 എന്താണ് വചനം പഠിപ്പിക്കുന്നത്? അവർ കൈക്ക് പിടിച്ച് കർത്താവിന് അവരോട് കരുണ തോന്നി. കാരണം സോദോം ഗോമോറ അവിടെ ന്യായവിധി വരാൻ പോവാണ്. അതിനു മുൻപ് ലോത്തിന്റെ കുടുംബത്തെ കർത്താവ് സംരക്ഷിക്കുകയാണ്. കർത്താവിന് ആ കുടുംബത്തോട് കരുണ തോന്നി. ലോത്തിനോട്, അവൻ്റെ ഭാര്യയോടൊക്കെ കരുണ തോന്നി. ആ ദൈവദൂതന്മാർ അവരുടെ കരങ്ങൾ പിടിച്ചു. സ്വർഗം അവരെ തൊട്ടു. ദൈവകരുണ ലഭിച്ച കുടുംബം. ലോത്തിന്റെ ഭാര്യ ഒരുപാട് കരുണ കിട്ടിയവളാ, സ്വർഗം തൊട്ടവളാ. മലാഖമാർ ഈ സോദോം ഗോമോറ പട്ടണത്തിന് വെളിയിലേക്ക് അവരെ പുറത്തു കൊണ്ടുവരികയാണ്. എൻ്റെ സഹോദരങ്ങൾ, ലോത്തിന്റെ ഭാര്യയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 4 കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്നാമതായി, ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ ലഭിച്ചവളായിരുന്നു അവൾ. ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ. നമുക്കൊക്കെ ഇതുപോലെ ഒത്തിരി മുന്നറിയിപ്പുകൾ പരിശുദ്ധ വചനത്തിലൂടെ കർത്താവ് തരുന്നുണ്ട്. ആനുകാലിക സംഭവങ്ങളിലൂടെ ആത്മാവ് മുന്നറിയിപ്പുകൾ തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തകർച്ചകൾ, വിനാശങ്ങൾ, ചില സഹനങ്ങളിലൂടെയൊക്കെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധ സഭയിലൂടെ, തൻ്റെ പ്രവാചകന്മാരിലൂടെ, തൻ്റെ അഭിഷിക്തന്മാരിലൂടെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് ലഭിച്ചവള്. രണ്ടാമത് ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കരുണ ലഭിച്ചവള്. 3, ദൈവം തൊട്ടവള്. സ്വർഗം അവളെ തൊട്ടു. ആ മാലാഖമാരെ അവളെ കരങ്ങൾ പിടിച്ച് അവളെ പുറത്തേക്ക് കൊണ്ടുവരിക ആ സോദോം ഗോമോറ പട്ടണത്തിൽ നിന്ന്. 4, രക്ഷപ്പെടുവാനുള്ള എല്ലാ വഴികളും അവൾ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. രക്ഷപ്പെടുവാനുള്ള സകല മാർഗങ്ങളും അവൾ അറിഞ്ഞിരുന്നു. എന്നാൽ വളരെ വേദനാജനകമായി എന്തു സംഭവിച്ചു? അവൾ നഷ്ടപ്പെട്ടവളായി മാറി. ഇതെല്ലാം അവൾ അറിഞ്ഞു. ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു. ദൈവം തൊട്ടു അവളെ. രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അവൾ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ ലഭിച്ചു. ഇത്രമാത്രം കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച അവള് നഷ്ടപ്പെട്ടു പോയി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഹൃദയ തകർച്ചയോടെ നമ്മൾ ഈ വചനം ശ്രദ്ധിക്കണം. നമ്മൾ വിളിക്കപ്പെട്ടവരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, കർത്താവിൻ്റെ രക്തത്തിൻ്റെ മുദ്രയുള്ളവരാ. നമ്മൾ പരിശുദ്ധ സഭയുടെ മക്കളാ. നമ്മൾ കർത്താവിൻ്റെ സ്വന്തം ജനമാണ്. അവൻ്റെ രക്തത്തിന് വിലയാണ് നമ്മുടെ ജീവിതം. സഹോദരങ്ങളെ, എന്നാൽ ലോത്തിന്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു? അവൾ നഷ്ടപ്പെട്ടു പോയി. വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ലോത്തിന്റെ ഭാര്യ എണ്ണപ്പെടുകയാണ്. അവളത് നഷ്ടപ്പെടുത്തി കളയുക. നമുക്ക് എന്ത് ജാഗ്രതയില്ല അവൾക്ക്. കർത്താവിൻ്റെ മുന്നറിയിപ്പുകളോട് അവൾ ജാഗ്രത കാണിച്ചില്ല. അവൾ ജാഗരൂകയായില്ല. സ്വർഗം സ്പർശിച്ചവള. ആ സ്വർഗീയ സ്പർശനത്തോട് അവൾ ജാഗ്രത കാണിച്ചില്ല. രക്ഷപ്പെടുവാനുള്ള സകല വഴികളും കർത്താവ് അവൾക്ക് പറഞ്ഞു കൊടുത്തു. എന്നാൽ അതിനോടൊന്നും അവൾ ജാഗരൂകയായില്ല. തന്മൂലം എന്ത് സംഭവിച്ചു? ഫുൾ ഓഫ് ട്രാജഡി. ജീവിതം മുഴുവൻ കൊടിയ തകർച്ചയിലായി. അവൾ നഷ്ടപ്പെട്ടു പോയി. ഉപ്പുതൂണായി. ഉൽപ്പത്തിയുടെ പുസ്തകം 19 അധ്യായം 26 വചനം. വേദനയോടെ നമുക്ക് വചനം വായിക്കാൻ പറ്റൂ. ലോത്തിന്റെ ഭാര്യ അവൻ്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു. പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് അവൾ ഒരു ഉപ്പുതൂണായി തീർന്നു. ഇന്നും നമ്മൾ ഹോളി ലാൻഡിൽ ചെല്ലുമ്പോൾ ലോത്തിന്റെ ഭാര്യ, നമ്മുടെ ആൻറ്റി, അവിടെ ഉപ്പുതൂണായിട്ട് ഇപ്പോഴും നിൽപ്പുണ്ട്. സഹോദരൻ, വേദന വരുന്നൊരു ഭാഗം. അവിശ്വാസികളുടെ അടയാളമാണ് ലോത്തിന്റെ ഭാര്യ.
കർത്താവ് ഒത്തിരിയേറെ അവസരങ്ങൾ കൊടുത്തു, രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവൾ നഷ്ടപ്പെട്ടു പോയി. ഇത് ആർക്കുള്ള മെസ്സേജാ? എനിക്കും നിങ്ങൾക്കുള്ള സന്ദേശ. ഈ വിശ്വാസയാത്രയിൽ ലക്ഷ്യം തെറ്റിപ്പോകാതെ, കർത്താവിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ, അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി കർത്താവിനോട് ചേർന്ന് ഈ വിശ്വാസയാത്ര പൂർത്തീകരിക്കുന്നതിൽ നമ്മൾ ജാഗരൂകരാകണം. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ്. ഇതെനിക്കുള്ളതല്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്മാറരുത്. സഹോദര സഹോദരി, ഇതെനിക്കും നിനക്കുള്ള വചനം, കർത്താവിൻ്റെ ശ്രേഷ്ഠമായ വചനം, പരിശുദ്ധ വചനം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 62-ാം വചനത്തിൽ കാണുന്നുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലൂക്ക് 9:62, യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും കണ്ടു. അവൾ പിന്തിരിഞ്ഞു നോക്കി. ദൈവവിളി, വിശ്വാസയാത്രയിൽ അവൾ ജാഗ്രത നഷ്ടപ്പെട്ടു. വേൾഡിനെസ്, ലൗകികത അവളുടെ ഹൃദയത്തിൽ കടന്നുകൂടി. ജാഗ്രത പോയി, ശ്രദ്ധ പോയി. അവൾ പിന്തിരിഞ്ഞു നോക്കി. കർത്താവ് പറയാ, ആരും എനിക്ക് യോഗ്യ. ദൈവവിളിയിൽ നീ പിന്തിരിഞ്ഞു പോകരുത്, വഴിമാറി പോകരുത്. കർത്താവ് തന്ന വിളിയോട്, തെരഞ്ഞെടുപ്പിൽ നീ വ്യതിചലിച്ചു പോകും. നിന്റെ കുടുംബത്തിൽ, കുടുംബജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ നീ വ്യതിചലിച്ചു പോകരുത്. നിന്റെ സഭാത്മക ജീവിതത്തിൽ, നിന്റെ സമൂഹ ജീവിതത്തിൽ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശ്രേഷ്ഠമായ വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും ഹെബ്രായ പുസ്തകം 10:38 പരിശുദ്ധ വചനം പറയുന്നു. ഹെബ്രായ പുസ്തകം 10:38 എന്താ പറയുന്നത്? എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, എന്നാൽ അവൾ പിന്മാറുന്നെങ്കിൽ, പറഞ്ഞേ പിന്മാറുന്നെങ്കിൽ, സ്വരത്തിൽ പറഞ്ഞ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവരിൽ പ്രസാദിക്കുകയില്ല. എൻ്റെ ആത്മാവ് അവരിൽ പ്രസാദിക്കുകയില്ല. പരിശുദ്ധാത്മാവിന് വലിയ വേദന വരുന്നതാണ് പിന്മാറ്റം. വഴിതെറ്റിപ്പോവുക, പിന്മാറിപ്പോവുക. കർത്താവ് തന്ന ശുശ്രൂഷ വിളിയിൽ നിന്ന് സഹോദര സഹോദരി, നീ പിന്മാറിയിട്ടുണ്ടോ? നിന്റെ കുടുംബജീവിതത്തിൽ നിന്റെ ഭർത്താവിനോട്, നിന്റെ ഭാര്യയോട്, നിന്റെ അപ്പനോട്, അമ്മയോട്, നിന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് നിനക്കുണ്ടായിരിക്കേണ്ട ആ പരിശുദ്ധമായ നിർമ്മലമായ ബന്ധത്തിൽ നിന്ന് നീ പിന്മാറിപ്പോയിട്ടുണ്ടോ? നിന്റെ സമർപ്പിത വിളിയിൽ നിന്ന്, പൗരോഹിത്യ വിളിയിൽ നിന്ന്, ഏകാവസ്ഥ വിളിയിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ടോ? ഈ ലോകത്തിന് നിറങ്ങളും വർണ്ണങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന ലോകമോഹങ്ങളും ലൗകികതയുടെ ചില സ്വാധീനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കടന്നുകൂടി, എൻ്റെ കർത്താവേ, ഞാൻ വ്യതിചലിച്ചു പോയിട്ടുണ്ടോ? പരിശോധിക്കുക. ഈ വിശ്വാസയാത്ര എപ്രകാരമാണ് നമ്മൾ നടത്തുന്നതെന്ന് ഓരോ വ്യക്തിയും ജാഗ്രതയോടെ പരിശോധിക്കേണ്ട സമയം. പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 2:20 ഒരുമിച്ച് അതിന് ഉച്ചത്തിൽ വായിച്ച്, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദിത്യത്തിനേക്കാൾ മോശമായിരിക്കും. ദൈവമേ, എന്നാ ഒരു കഠിന വചനമാണിത്. അന്ത്യസ്ഥിതി അവൻ്റെ അവസാന ആദ്യത്തേക്കാൾ വളരെ മോശപ്പെട്ടതായിരിക്കും. അവൻ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടും, നഷ്ടപ്പെട്ടു പോയവരുടെ കൂട്ടത്തിൽ. അതല്ല ഈ വിശ്വാസയാത്ര. ജാഗ്രതയോടെ നയിക്കണം. കർത്താവ് കൂടെയുണ്ട്. കൊടുങ്കാറ്റുണ്ട്, പേമാരികളുണ്ട്, വെള്ളപ്പൊക്കങ്ങളുണ്ട്. ഒരു വെള്ളപ്പൊക്കത്തെ നമ്മൾ മുക്കിക്കളയാൻ പറ്റില്ല. നമ്മൾ പാടുന്നില്ലേ, അഗ്നിയിൻ നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ, ആമേൻ, യേശുവുണ്ട്. കൂടെ വരുവാൻ
യേശുവുണ്ട്. ഒരു അഗ്നിക്ക് നിന്നെ ദഹിപ്പിക്കാൻ പറ്റില്ല. ആമേൻ, ആമേൻ. ഒരു വെള്ളത്തിൽ നമ്മൾ മുക്കിക്കളയാൻ പറ്റില്ല. നിന്നെ വിളിച്ച കർത്താവ് നിന്റെ കൂടെയുണ്ട്. ആമേൻ. അവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിളിയിൽ ഉറച്ചു നിൽക്കണം. ഈ വിശ്വാസയാത്ര അവസാന ശ്വാസം വരെ കർത്താവിനോട് ചേർന്ന് ജീവിക്കണം. നമ്മുടെ ആദ്യ വിശ്വാസം അവസാനം വരെ നമ്മൾ മുറുകെ പിടിക്കുന്നെങ്കിൽ മാത്രമാണ് ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ നമുക്ക് പങ്കുപറ്റുവാൻ സാധിക്കുകയുള്ള സഹോദരങ്ങളെ. കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ ഈ വിശ്വാസ ജീവിതത്തിന് ശ്രേഷ്ഠമായ ഒരു പ്രതിഫലം കർത്താവ് നമുക്ക് സമ്മാനിക്കും. അത് ലഭിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ജീവിതം കർത്താവിനോട് കൂടെ ആയിരിക്കണം. ഈ വിശ്വാസ യാത്രയിൽ ലക്ഷ്യം തെറ്റിപ്പോകാതെ ജാഗ്രതയുള്ളവരായിരിക്കണം. പുതിയ നിയമത്തിലോട്ട് വരിക. അവിടെ ദേമസ് എന്ന് പറയുന്ന പൗലോസ്ലീഹായുടെ കൂടെയുള്ള നല്ലൊരു സഹപ്രവർത്തകന്, നല്ല മിഷണറി സീലുള്ള, ഇവാഞ്ചലൈസേഷൻ സ്പിരിറ്റുള്ള നല്ലൊരു മിഷണറി ആയിരുന്നു ദേമസ്. കൊളോസ്യർക്കുള്ള ലേഖനം 4-ാം അധ്യായം 14-ാം വചനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, 4:14, നമ്മുടെ പ്രിയങ്കരനായ വിശ്വകരൻ ലൂക്കായും ദേമാസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. എന്നാൽ ഇത്രയും കൃപയുള്ള ഈ മിഷണറിയായ ദേമാസിന് എന്തു പറ്റി? തിമോത്തിയോസിനെതിരെ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 9-10 വചനങ്ങൾ ശ്രദ്ധിക്കുക. തിമോത്തിയോസിനോട് പറയാ പൗലോസ്ലീഹ, എൻ്റെ അടുത്ത് വേഗം എത്തിച്ചേരാൻ ഉത്സാഹിക്കുക. എന്തെന്നാൽ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമസ് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ഈ ലോകത്തോടുള്ള ആസക്തി മൂലം തൻ്റെ വിശ്വാസയാത്രയിൽ ദേമസ് വഴിതെറ്റിപ്പോയി. അവൻ ലക്ഷ്യം മറന്നു. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ജീവനുള്ള വചനം പറയാണ്, ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമസ് എന്നെ വിട്ടുപോയി. കണ്ടു, അവൻ വിശ്വാസയാത്രയിൽ വ്യതിചലിച്ചു പോയി. എത്ര സങ്കടകരമായൊരു അനുഭവമാണ്. എത്രയോ ശുശ്രൂഷകർ അവരുടെ ശുശ്രൂഷ വിളി നഷ്ടപ്പെടുത്തി കളയുന്നു. കുടുംബജീവിതത്തിന് വിളി നഷ്ടപ്പെടുത്തി കുടുംബജീവിതത്തിൻ്റെ പവിത്രത സ്വന്തമാക്കി ജീവിക്കേണ്ടവർ അവിഹിത വേഴ്ചകളിൽ, വിവാഹേതര ബന്ധങ്ങളിൽ ഏർപ്പെട്ട് അനേകം കുടുംബങ്ങളിൽ നിന്ന് പിശാച് നശിപ്പിക്കുന്ന, മലിനപ്പെടുത്തുന്നു. സമർപ്പിത പൗരോഹിത്യ ജീവിതത്തിൽ, ഏകാവസ്ഥ ജീവിതത്തിലൊക്കെ ശ്രദ്ധിക്കണം. ആ മണവാട്ടിയെപ്പോലെ ആത്മനാഥനെ ചാരിയിരിക്കുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പൗലോസ് പറയുന്നു, കൊരിന്ത്യർക്കുള്ള 1-ാമത്തെ ലേഖനം 7:35 പൗലോസ് പറയാണ്, ഞാനിതെല്ലാം നിങ്ങളോട് പറയുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയാനല്ല. ചില കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എനിക്കൊരു സ്വാതന്ത്ര്യമില്ലേ, എനിക്കൊന്ന് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ലേ, അത് പറ്റില്ല, ഇത് പറ്റില്ല, അത് പാടില്ല, ഇത് പാടില്ല, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. പലതും ചില കർശനമായ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ അധികാരികളിൽ നിന്നാവാം, പ്രവാചകരിൽ നിന്നാവാം, ചിലപ്പോൾ കർത്താവിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും, പരിശുദ്ധ വചനത്തിൽ നിന്ന് ലഭിക്കും. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതെങ്ങനെ ജീവിക്കുക കർത്താവേ. പൗലോസ് പറയും, നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനല്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, കർത്താവിനോട് കൂടെയുള്ള ഈ ജീവിതം വിശ്വസ്തയോടെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങളോട് പങ്കുവെക്കുന്നത്. പൗലോസ് പറയാ, ഏകാഗ്രമായി കർത്താവിനെ ശുശ്രൂഷിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കാനാണ് ഞാനിത് പറയുന്നത്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ, സന്തോഷത്തെ ഇല്ലാതാക്കാനല്ല. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ഈ വിശ്വാസയാത്രയിൽ കർത്താവിനോട് കൂടെ അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് ഈ യാത്ര പൂർത്തീകരിക്കാം. അതിനായി പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് പറഞ്ഞ ശ്രേഷ്ഠവചനം മറക്കരുത്, നിങ്ങൾ ജാഗരൂകരാകുക. യെസ്, നമ്മൾ ജാഗരൂകതയോടെ ജീവിക്കേണ്ട നാളുകളാണിത്. എൻ്റെ സഹോദരങ്ങളെ, അടുത്ത 4 ദിനങ്ങളിൽ നിങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് തൻ്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്ന സമയങ്ങളാണത്. ഷെക്കേനിൽ നിന്ന് അയക്കുന്ന കാർഡുകൾ, ഇതിൻ്റെ ലിങ്കുകൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ അലസത കാണിക്കരുത്. സമയം വളരെ പരിമിതമാണ്. നമ്മൾ ഊർജ്ജസ്വലതയോടെ നമ്മൾ പ്രേക്ഷിത ശുശ്രൂഷകൾ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ലിങ്കുകൾ, പോസ്റ്ററുകൾ
നിങ്ങൾ അയയ്ക്കുക. സാധിക്കുന്ന എല്ലാവരും കുടുംബമായി നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക. ഷെക്കീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒപ്പം ഒരു പ്രധാന കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ ടീം ഷെക്കീനയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി മാസം 5-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഫെബ്രുവരി 8-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെ നമ്മുടെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പ്രയർ സ്റ്റോം എന്നുള്ള പേരിൽ ഒരു ധ്യാന ശുശ്രൂഷ നടത്തപ്പെടുകയാണ്. നിങ്ങളേവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ പ്രയർ സ്റ്റോം എന്ന ഈ ധ്യാന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യാണ്. കുടുംബമായി നിങ്ങളെല്ലാവരും കടന്നു വരണം. പ്രാർത്ഥനയുടെ ആത്മാവായി പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളിലും ദേശങ്ങളിലും സഭയിലും നമ്മുടെ മക്കളിലെല്ലാം ആഞ്ഞു വീശുവാൻ, നമ്മളൊരു മനസ്സോടെ പ്രാർത്ഥിക്കുവാൻ സ്വർഗം തരുന്ന ഒരവസരമാണിത്. അപ്പനും അമ്മയും മക്കളും എല്ലാം ഒരുമിച്ച് വരിക. എൻ്റെ ബഹുമാനപ്പെട്ട സമർപ്പിതരെ, എൻ്റെ അമ്മമാർ വരണം. നമുക്ക് പരസ്പരം കാണാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ഒരു മനസ്സോടെ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാം, കർത്താവിനെ ആരാധിച്ച് കാലത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ഈ തലമുറയ്ക്ക് ആവശ്യമായ കൃപാവര സമൃദ്ധിയിൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ നമ്മളെ സഹായിക്കുന്നൊരു ശുശ്രൂഷയാണ് പ്രയർ സ്റ്റോം. ഈ 3-4 ദിനങ്ങളിൽ നമുക്കൊന്നിച്ച് അവിടെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഫോൺ നമ്പറുകളിൽ നിങ്ങൾ വിളിച്ചറിയിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. കുടുംബമായിട്ട് വരിക, എല്ലാവരും വരണം. ഇത് കാലഘട്ടത്തിന് ആവശ്യം ഒരു ശുശ്രൂഷയാണ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ടീം ഷെക്കേന തന്നെയാണ് ഈ ധ്യാനങ്ങൾ നടത്തുന്നത്. നമുക്ക് പ്രിയപ്പെട്ട വന്യവൈദികരും അതുപോലെ തന്നെ നമ്മോടൊപ്പമുള്ള ശുശ്രൂഷകരെല്ലാം അവിടെ ഉണ്ടായിരിക്കും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ഷെക്കേന മിനിസ്ട്രീസിൻ്റെ വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകളെല്ലാം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഷെക്കേന മിനിസ്ട്രീസ്. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ലിങ്കുകളിൽ കയറി രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ അവസരമുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ വിളിച്ചറിയിച്ച് അത് ഉടനെ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രയർ സ്റ്റോം കേരള സഭയിൽ വലിയൊരു അഭിഷേകത്തിൻ്റെ ഒരു വേവ്, ഒരു തരംഗമായി മാറാൻ നിങ്ങളേവരുടെയും പ്രാർത്ഥന സ്നേഹത്തോടെ ചോദിക്കുകയാണ്.